രാഷ്ട്രീയ വിഷയങ്ങളുമായി അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച എന്നത് യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ യു-ടേൺ എടുത്തു. അന്ന് രൂക്ഷമായ ഭാഷയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുഖ്യമന്ത്രി തന്നെ യു-ടേൺ എടുത്തു. അതിന്റെ തുടർച്ചയാണ് ആഗോള അയ്യപ്പ സംഗമം. അതൊരു പരിഹാരക്രിയയാണ് എന്ന വിമർശനം ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. ഇപ്പോൾ SNDP NSSനെ ഉൾപ്പെടെ ആ വേദിയിൽ സംഗമിപ്പിക്കാൻ കഴിഞ്ഞു. NSSന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട നിലപാടാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. UDF ഏത് തരത്തിലാണ് ഇപ്പോൾ NSSന്റെ വഴിയെ സർക്കാർ വന്നു എന്നൊക്കെ പറയുമ്പോഴും UDF ഏത് തരത്തിലാണ് NSS സർക്കാർ കൂടുതൽ അടിപ്പത്തെ കാണുന്നത്? ആഗോള അയ്യപ്പ സംഗമം സർക്കാരിൻ്റെ വലിയ വിജയം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലിയ രാഷ്ട്രീയ വിജയമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ പ്രബലരായ രണ്ട് സമുദായ സംഘടനകളെ ഒന്നിച്ചിരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് NSSും SNDPയും സാധാരണഗതിയിൽ പല വിഷയങ്ങളിലും അതല്ലെങ്കിൽ സർക്കാരുമായി രാഷ്ട്രീയ വിഷയങ്ങളിലും ഏകസ്വര രൂപമില്ലാത്ത രണ്ട് സമുദായ സംഘടനകളാണ്. ഈ സമുദായ സംഘടനകളെ ഏകസ്വര രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സുകുമാരൻ നായർ ഇടത് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുകയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സമുദായങ്ങളെയും ഒരേ വേദിയിൽ ഇരുത്തി അവർ നേരത്തെ എതിർപ്പ് ഉന്നയിച്ചിരുന്ന വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടം എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതിന് NSS വഴങ്ങിയെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? NSS വഴങ്ങിയതല്ലോ, സർക്കാർ പരിപൂർണമായി NSS വിശ്വാസി പ്രശ്നത്തിൽ എന്താണോ ഉന്നയിച്ചത് അതിന് വഴങ്ങുകയായിരുന്നില്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം ഇനി തുടർന്ന് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ഹോംവർക്ക് ഇടതുമുന്നണി നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് CPM നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് അവർ കണ്ട രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ NSSനെ അടുപ്പിക്കുക എന്നുള്ളത്. അത് രാഷ്ട്രീയമായി വലിയ നേട്ടം ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തൽ ചെറുതല്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചങ്ങനാശ്ശേരി NSS ഹെഡ്ക്വാർട്ടേഴ്സുമായി കഴിഞ്ഞ കുറേ കാലമായി വലിയ ആശയവിനിമയം ഇടതുപക്ഷം നടത്തിയത്. മന്ത്രി വാസവൻ എടുത്ത നിലപാട്, അതിനൊപ്പം തന്നെ പ്രതിനിധി സഭാംഗം കൂടിയാണ് കെ വി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം NSSുമായുള്ള അടുപ്പത്തെ കൃത്യമായി അതിനെ ഉപയോഗിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടത്തിയത് സുകുമാരൻ നായർക്ക് ഒരു അസുഖബാധിതനായ സമയത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി നേരിട്ട് പോയി കാണുകയും ചെയ്തു. അപ്പോൾ ആ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കി എന്ന് തന്നെ വേണം പറയാൻ. അതിനുശേഷമാണ് ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് അയ്യപ്പ സംഗമം നടത്തിയത്. മാത്രമല്ല, പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ NSS സർക്കാരുമായി ഏറ്റവും അകന്ന ഒരു വിഷയം മാത്രമാണ് ശബരിമല. അതിനപ്പുറം NSS എടുത്തിരുന്ന സമദൂര നിലപാടിന്റെ വിഷയത്തിൽ അതിൽ നിന്ന് മാറി ഇപ്പോൾ നമുക്ക് NSSന്റെ സ്റ്റാൻഡ് എടുക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നത് അത് പൂർണ്ണമായും ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വായിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം ഒരു പൂർണ്ണമായ രാഷ്ട്രീയ മാറ്റത്തിന് NSSനെ പ്രേരിപ്പിച്ചത് ശബരിമല മാത്രം ആകാനുള്ള സാധ്യത കുറവാണ്. അതിനപ്പുറം ഒരു രാഷ്ട്രീയ ധാരണയിലേക്ക് NSSും ഇടത് സർക്കാരും പ്രത്യേകിച്ച് CPMും പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു രാഷ്ട്രീയ വിലയിരുത്തൽ കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ സർക്കാരും CPMും NSSും തമ്മിൽ നടക്കുമ്പോൾ അത് മുൻകൂട്ടി കണ്ട് ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ UDFന് കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി NSSുമായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതിന് വലിയ വിലയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രധാന നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും NSSും തമ്മിലുള്ള ആശയപരമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരവസ്ഥ, അതിന്റെ കൂടി വില ആണിപ്പോൾ NSSുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം രമേശ് ചെന്നിത്തല അടക്കം ഉള്ള നേതാക്കൾ NSSുമായി നേരത്തെ അടുപ്പം പുലർത്തുന്നവരുണ്ട്. പക്ഷേ അവരുടെ ഒന്നും നീക്കങ്ങൾ അല്ലെങ്കിൽ അവർക്കൊന്നും ഇടപെടാൻ കഴിയാത്ത അത്ര ഒരു ഗ്യാപ്പ് NSSും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഏറ്റവും പുതിയ നിലപാട് നോക്കുമ്പോൾ വസ്തുതയാണ്. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകും ഒരു ഘടകമാണ്. അനന്തൻ പറഞ്ഞ അവസാന ഭാഗം വളരെ പ്രധാനമാണ്. ഈ രാഷ്ട്രീയ ചർച്ചകളിൽ UDFും പ്രത്യേകിച്ച് കോൺഗ്രസും NSSും തമ്മിൽ ഉണ്ടായിരുന്ന ഇഴയെടുപ്പം, ആ അടുപ്പം കഴിഞ്ഞ കുറച്ചു കാലമായി കുറഞ്ഞു വരികയായിരുന്നു. അതിന്റെ തുടർച്ച ഇപ്പോൾ സംഭവിക്കുകയാണ്. മാത്രമല്ല, വിശ്വാസി വിഷയത്തിൽ NSS ഒരു വിഷയത്തിലും അങ്ങനെ പിന്നോട്ട് പോയ നിലപാട് സ്വീകരിച്ചില്ല. അത് കോടതികൾ ഉൾപ്പെടെ അങ്ങനെയാണ് എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ ചരിത്രവും നിയമചരിത്രവും ഒക്കെ. ആ വിഷയങ്ങളിൽ ഇപ്പോൾ സർക്കാർ പിന്നോട്ട് വന്ന് NSSന്റെ നിലപാട് അംഗീകരിക്കുന്നു എന്ന് വരുമ്പോൾ കോൺഗ്രസുമായി അടുപ്പമില്ലാത്ത ഘട്ടത്തിൽ LDFുമായി CPMുമായി കൂടുതൽ അടുപ്പത്തിലേക്ക് NSS പോകുന്നു എന്ന സൂചനകൾ സുകുമാരൻ നായരുടെ ഉൾപ്പെടെ വാക്കുകളിലുണ്ട്. ഇത് രാഷ്ട്രീയമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല.